أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 29-ാം അധ്യായം സൂറത്തു അൻകബൂത്ത്, അതിൻ്റെ 12-13 വചനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. നേരത്തെയുള്ള വചനങ്ങളിൽ മുനാഫിക്കുകളെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. മക്കക്കാരിൽ നിന്ന് തന്നെ കാപട്യമുള്ളവരുണ്ടായിരുന്നു എന്നത് നാം മനസ്സിലാക്കുകയുമുണ്ടായി. ഇനിയുള്ള 2 വചനങ്ങൾ മക്ക കുഫാറുകളെ പറ്റിയാണ് അള്ളാഹു പരാമർശിക്കുന്നത്. അവർക്കിടയിൽ നിന്ന് അവരോടൊപ്പം ജീവിച്ച മനുഷ്യർ, ആ നാട്ടുകാർ അവരുടെ പാരമ്പര്യ മതം വിട്ട് മുഹമ്മദിൻ്റെ കൂടെ കൂടിയപ്പോൾ അതിൽ അസഹിഷ്ണുതയുള്ളവരായ ആളുകൾ ഇസ്ലാം മതത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ പല ഗൂഢ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതിലൊന്നിനെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ വചനം 12 പരാമർശിക്കുന്നത്. വചനത്തിൻ്റെ ആശയം ഇപ്രകാരമാണ്: അവിശ്വാസികൾ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിൻപറ്റുവീൻ, നിങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. പാരമ്പര്യ മതത്തെ വിട്ടവരെ പിന്തിരിപ്പിക്കാൻ കുലദൈവങ്ങളുടെ ശാപവും കോപവും നിങ്ങളുടെ മേലുണ്ടാവുമെന്ന് പറഞ്ഞ് അവരാളുകളെ ഭയപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, മുഹമ്മദിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവുമൊക്കെ ഏത് മതത്തിൻ്റെ അനുയായികളാണെന്ന് അവർ നിരന്തരം ആളുകളിലൂടെ മുഹമ്മദിനോടവർ ചോദിച്ചു കൊണ്ടിരുന്നു. മുഹമ്മദ് കൊണ്ടുവന്നതാണ് ശരിയായ മതമെങ്കിൽ ആ മുഹമ്മദിൻ്റെ തന്നെ പിതാവിനും മാതാവിനും അറിയാത്ത മതമാണ് അവൻ്റെത് എന്നൊക്കെ ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാനുള്ള സംസാരം അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളൊക്കെ അവർ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരുന്നതാണ്. ഇതൊക്കെ അവരുടെ ഒരു തന്ത്രമാണ്, ആളുകളെ ദീനിൽ നിന്ന് മാറ്റി നിർത്താൻ, പിന്തിരിപ്പിക്കാൻ. കൂട്ടത്തിൽ ആ അവിശ്വാസികളായ ആളുകൾ ഇവരെ വിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ, അവരെ സ്വാധീനിക്കാൻ പ്രയോഗിച്ച ഒരു തന്ത്രമാണ് ഈ പ്രസ്തുത വചനത്തിലെ വാക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അവർ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുവീൻ. എല്ലാ മതങ്ങളെയും പറ്റി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഒരു ധാരണയിലെത്തി മുഹമ്മദിൻ്റെ മതം അതൊന്നിനും കൊള്ളില്ല എന്ന് അവർ മനസ്സിലാക്കുകയും പകരം സ്വീകരിക്കേണ്ട മതം ഇന്നതാണെന്ന് കൃത്യമായി അറിവോടെ ബോധ്യത്തോടെ അവർ പറയുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു ന്യായമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണ കൊണ്ടോ ഒരു ധാരണയുടെ മേലോ അല്ല അവരിത്തരം വാക്കുകൾ, മക്ക കുഫാറുകൾ ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഒരാൾ അവരുടെ മതം വിട്ട് സത്യമതത്തിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഒക്കെയാണ് അവരെ കൊണ്ട് ഇപ്രകാരം പറയിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുഹമ്മദിൻ്റെ കൂട്ടത്തിൽ ചേരുന്നത് ഒരു അന്തസ്സ് കുറവായി അവർ കണ്ടിരുന്നു എന്നത് മാത്രമാണ് അവരെ ഈ നിലക്കുള്ള ഗൂഢവർത്തമാനങ്ങൾ, ഗൂഢനീക്കങ്ങൾ നടത്താൻ അവരെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇതിനെ വായിക്കുമ്പോൾ ഈ കാലത്തും ഈ വാക്യഭാഗം, ഈ വചനഭാഗം ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകൾ ഇസ്ലാം വിട്ടെന്ന് അറിയുമ്പോൾ എന്തോ ഒരു സുഖമനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. എന്നാൽ അവർ ഇസ്ലാമിലേക്ക് ഒരാൾ ചേർന്നു എന്നറിഞ്ഞാലോ എന്തെന്നില്ലാത്ത വെറുപ്പും അസ്വസ്ഥതയും അസഹിഷ്ണുതയും അവർ പ്രകടിപ്പിക്കുന്നത് കാണാം. എന്തിനാണ് ഇത്ര വെറുപ്പ്, അവർക്ക് ഇത്ര വെറുപ്പ്?
ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാലും ശരി, അതിൽ നിന്ന് പോയാലും ശരി, അതിൻ്റെ നഷ്ടലാഭങ്ങളൊക്കെ അയാൾ സ്വയം അനുഭവിക്കേണ്ടതാണല്ലോ. അത് അയാളുടെ മതം ഏത് ഉൾക്കൊള്ളുക, ഏതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. മറ്റൊരാൾക്കും അതിൽ യാതൊരു പങ്കുമില്ല. എന്നിട്ടും ചിലരുടെ പോക്കിലും വരവിലും അസ്വസ്ഥതയും ആശ്വാസവും പ്രകടിപ്പിക്കുന്നത് കാണാവുന്നതാണ് എന്നുള്ളതാണ്. മാത്രമല്ല, അത് ഇസ്ലാമിലേക്കാണ് എങ്കിൽ വല്ലാത്തൊരു ബേജാറും ബദ്ധപ്പാടുമൊക്കെ ഈ വിഷയത്തിൽ ആളുകൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മക്കക്കാരും ഇപ്രകാരമായിരുന്നു. അത് അവിശ്വാസികളുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഒരു നിലപാടാണ് എന്നുള്ളതാണ് രണ്ടിനെയും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇവിടെ മറ്റൊന്നുകൂടെ ഉള്ളത്, മക്ക കുഫാറുകള് അവരുടെ പല മക്കളും മാതാപിതാക്കളിൽ നിന്ന് വിട്ട് പല മക്കളും ഇസ്ലാമിലേക്ക് അവർ പോയ സന്ദർഭത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാതാപിതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങി മുന്നിൽ നിന്ന് അവർ ചില സംസാരങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചത് നമ്മൾ പറയുകയുണ്ടായി. അപ്രകാരം അവർ ആ മക്കളെ തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ മെനഞ്ഞ അല്ലെങ്കിൽ അവർ പ്രയോഗിച്ചൊരു തന്ത്രമായിരുന്നു ഇതെന്നും മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നുണ്ട്. അവർ മക്കളോട് പറയാണ്, മക്കളെ നിങ്ങൾ ഞങ്ങളിലേക്ക്, നമ്മുടെ മതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊള്ളുക. അങ്ങനെ നിങ്ങൾ വന്നിട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നാളെ വരുമെന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നതെങ്കിൽ അതെന്ത് തന്നെയായിരുന്നാലും ഈ കുഞ്ഞു മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിലുള്ളത് ഏറ്റെടുത്തു കൊള്ളാം, നേരിട്ട് കൊള്ളാം എന്നുള്ള രൂപത്തിൽ അവരിങ്ങനെ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. അവർ ഓഫർ നൽകുന്നത് നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ സഹിച്ചു കൊള്ളാം അല്ലെങ്കിൽ വഹിച്ചു കൊള്ളാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പരലോകത്ത് ഒരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ഇക്കൂട്ടർക്ക് വല്ല വിവരമുണ്ടായിട്ട് അത് കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ നല്ലവർ പറയുന്നത്. അങ്ങനെ ഒരു ബോധ്യത്തിലാണെങ്കിൽ ആ സംസാരം അതൊരു കാമ്പുള്ളതായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ ഇവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഉറച്ചൊരു വിശ്വാസം അവരുടെ കൽബിലുണ്ടായിരുന്നു. എന്താണത്? മുഹമ്മദ് ആളുകളോട് പറയുന്ന പരലോകവും വിചാരണയും അത് പാപഫലമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, അന്ത്യദിനം. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളെ അല്ല, നടക്കാത്ത സംഭവങ്ങൾ മാത്രമാണ് എന്നുള്ള അവരുടെ മനസ്സിലുള്ള ഒരു ഉറപ്പിൽ നിന്നാണ് അവർ ഇത്ര ധൈര്യത്തോടെ പാപങ്ങളെല്ലാം ഞങ്ങൾ ഏൽക്കാം എന്ന് പറയുന്നത്. അതല്ലാതെ അത് സംഭവിക്കാനുള്ള ഒരു ലോകമാണെന്നും അന്ന് ഞങ്ങളത് എന്തായാലും ഏറ്റെടുത്തു കൊള്ളാം, അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്കുണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല അവർ പറയുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും അതതിന് സാധ്യമാവുകയില്ല എന്ന് അള്ളാഹു തന്നെ അവിടെ മറുപടി നൽകുന്നതും കാണുക. വമാഹും ബിഹാമിലീൻ, ഒരാളുല്ലട്ടോ വഹിക്കാൻ കഴിയുന്നവർ, മിൻഖത്വയാഹും അവരുടെ പാപങ്ങളിൽ നിന്ന്, മിൻഷൈ ഒന്നും തന്നെ വഹിക്കാൻ സാധ്യമല്ല എന്ന് ഇവിടെ തന്നെ അള്ളാഹു ആ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ മറ്റ് അധ്യായങ്ങളിലൊക്കെ ഈ വിഷയത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ നിലപാട് അള്ളാഹു നാളത്തെ പരലോകത്തിന്റെ സ്വഭാവത്തെ, പാപഭാരങ്ങൾ പരസ്പരം ഏറ്റെടുക്കുന്ന ഒരു സംഗതിയെ ഇല്ല എന്ന് ഉറച്ചു പറയാൻ ചില വചനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 17-ാം അധ്യായം സൂറത്തു ഇസ്രായിലും അതുപോലെ തന്നെ 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലൊക്കെ അള്ളാഹു പറയുന്നുണ്ട്, വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ വഹിക്കുകയില്ല എന്ന്. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ 18-ാമത്തെ വചനത്തിൽ അതൊന്നും കൂടെ ശ്രദ്ധേയമായി അള്ളാഹു പറയുന്നു, ഇനി അവിടെ ക്ഷണിക്കുന്ന പക്ഷം, വിളിക്കുന്ന പക്ഷം, ആര്? മുസ്കലത്തുൻ, ഈ പാപഭാരങ്ങൾ കൊണ്ട് ഇങ്ങനെ ഞെരുങ്ങുന്ന ഒരാള്, ഈ ലഹിംലിഹ, അതിനെ വഹിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെങ്ങനെ വിളിക്കാൻ, ക്ഷണിക്കാണ്, ലായുഹ്മൽ മിൻഹു ഷൈൻ, ഒരാളും തന്നെ അങ്ങനെ അതിൽ നിന്ന് ആ പാപഭാരം വഹിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയല്ല. വലൂക്കാനത ഖുർബ, അത് ഏറ്റവും അടുത്ത ബന്ധുവിനെ പോലും ക്ഷണിച്ചാലും ശരി, അത് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. സൂറത്തു അബസ അത് കൃത്യമായിട്ട് അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖി, എല്ലാവരും പരസ്പരം ഓടിപ്പോകുന്ന ദിവസമാണ്. എല്ലാ മനുഷ്യർക്കും അവരുടെ മതിയായ കാര്യങ്ങളെന്ന് ഉണ്ടാകുമെന്ന് അള്ളാഹു പറയുന്നു. ഇനി ഈ 12-ാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അവർ കള്ളം പറയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസികളെ പാട്ടിലാക്കാനും പിന്തിരിപ്പിക്കാനും ഒക്കെ
അവരില്ലാത്തത് കളവ് പറയുകയാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി വചനം 13 വരുമ്പോഴേ അള്ളാഹു ഒരു കൃത്യമായ മറുപടി കൂടെ ആ വിഷയത്തിൽ ചേർത്ത് വെക്കുന്നുണ്ട്. അതായത് അവരുടെ ഭാരങ്ങളും അവരുടെ പാപഭാരങ്ങളും മറ്റുള്ളവരുടെ പാപഭാരങ്ങളും അവർ പുൽകേണ്ടി വരുമെന്ന് വലയഹ്മിലുന്ന അസ്ഖാലുഹും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതായത് ഇവിടെ അവരെ രക്ഷപ്പെടുത്താൻ അവരുടെ പാപഭാരങ്ങളൊക്കെ അവർ ഏറ്റെടുക്കും എന്ന നിലക്കല്ലട്ട പറയുന്നത്. അങ്ങനെ ഒരു സംഗതി അവിടെ അല്ല. മറിച്ച് ദ്വലാലത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചു, അതിന് കൂട്ടുനിന്നു, അതിനൊത്താശ ചെയ്തു, അതിനവൻ കാരണക്കാരനായി എന്ന കാരണത്താൽ ആ തിന്മ പ്രവർത്തിച്ചതിൻ്റെ ഫലം അത് ചെയ്തവനെ പോലെ അതിലേക്ക് ക്ഷണിച്ചവനും അതിന് കാരണക്കാരനായവനും ലഭിക്കുമെന്ന അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു കാര്യത്തെയാണ് അല്ലാഹു അവരെ പോലെ മഅസ്ഖാലിഹിം നിങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പാപഭാരം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പാപത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, പുണ്യത്തിന്റെ വിഷയത്തിലും ഇസ്ലാം ഈ നിലപാട് തന്നെയാണ് അറിയിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ഒരു ഹദീസിന്റെ ഭാഗം ഇങ്ങനെയാണ്: മൻ ദഅ ഇലാ ഹുദ, ആരെങ്കിലും സന്മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്രി, അവന് പ്രതിഫലമുണ്ടാകും, മിസ്ൽ ഉജൂരി മൻ തബിയഹും, ആരാണോ ആ നന്മയിൽ അവനെ ഫോളോ ചെയ്തത് അവനെ പോലെയുള്ള നന്മ ഈ ക്ഷണിച്ചവന് മാതൃകയായവനും ഉണ്ടാകും. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, എന്നാൽ ആ ചെയ്തവന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറവ് വരികയില്ല, കാരണക്കാരന് അതിന്റെ ഓഹരി ലഭിക്കുകയും ചെയ്തു. തീർന്നില്ല. വമൻ ദഅ ഇലാ ദലാല, ഒരാൾ ദലാലത്തിലേക്കാണോ ഈ ക്ഷണം നടത്തുന്നതെങ്കിൽ കാന അലൈഹി മിനൽ ഇസ്മ്, അവന്റെ പാപത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാപം ചെയ്തവന് അവന്റെ പാപത്തിൽ നിന്ന് ഒരു ഓഹരിയുണ്ട്. മിസ്ലു ആസാമി മൻ തബിയഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈഅ, അതായത് ആ പാപം ചെയ്തവൻ അവന്റെ പ്രതിഫലത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് ഒട്ടും കുറയാതെ ആ പാപത്തിന് കാരണക്കാരനായവൻ ആരാണോ അവനും ഇതിന്റെ ഒരു ഓഹരി ലഭിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി ആ വചനത്തെ 13ാമത്തെ വചനത്തെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് വലയുസ്അലുന്ന യൗമൽ ഖിയാമ അമ്മാ കാനൂ യഫ്തറൂൻ, അതായത് നാളത്തെ പരലോകത്ത് അന്ത്യനാളിൽ അള്ളാഹു അവർ കെട്ടിച്ചമച്ചതിന് കൃത്യമായിട്ടും മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കെട്ടിച്ചമച്ചത് എന്ന ആ ഒരു പ്രത്യേകമായ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം ആ സത്യവിശ്വാസികളോട് പറഞ്ഞല്ലോ, എന്ത്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, ഞങ്ങൾ ഉണ്ടാവും എപ്പോഴും നിങ്ങളുടെ കൂടെ പരലോകത്ത്. മുഹമ്മദ് പറയുന്ന ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളും പാപങ്ങളും ഞങ്ങൾ വഹിച്ചു കൊള്ളാം, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്ന അവരുടെ ഈ സംസാരമുണ്ടല്ലോ, ഇതവർ കെട്ടിച്ചമച്ച് പറയാം, ഒന്നും വാസ്തവമല്ല, യാഥാർത്ഥ്യമല്ല, ഹക്കിന് നിരക്കാത്തതാണ്, ഒരു തരം പൊള്ളു പറയാണ്. അതാണ് കെട്ടിച്ചമച്ച് പറയാന്ന് പറഞ്ഞത് കേട്ടോ. ഒരു വസ്തുതയും ഇല്ലാതെ കെട്ടിച്ചമച്ച് പറയുക മാത്രമാണ് അവർ ചെയ്യുന്നത് എന്ന് അള്ളാഹുവോട് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സാന്ദർഭികമായൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആധുനിക കാലത്തും മക്ക കുഫാറുകളെ പോലെ തങ്ങളുടെ അനുയായികളെ പിടിച്ചു നിർത്താൻ മുസ്ലിം നാമധാരികളായ ചില ആളുകൾ, പുരോഹിതന്മാരിൽ തന്നെ ചിലരൊക്കെ അനുയായികളോട്, തങ്ങളുടെ പ്രജകളോട്, അണികളോട്, പാമരന്മാരായ വിശ്വാസികളോട്, അവർക്ക് അതിനെപ്പറ്റി വേണ്ടത്ര ബോധ്യമുണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകളോട് ഇത്തരത്തിൽ ഇങ്ങനെ ജൽപ്പിക്കുന്നത് കാണാം. യുക്തിരാഹിത്യമായ ചില കാര്യങ്ങളൊക്കെ മതത്തിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇങ്ങനെ നനച്ച് വളർത്തിക്കൊണ്ടുവരാനൊക്കെ സാധാരണക്കാരോട്, സംശയം ചോദിക്കുന്നവനോട് അതിങ്ങനെയല്ലേ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവരത് അംഗീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സംശയത്തിന് മറുപടിയൊക്കെ ആയിട്ട് പലപ്പോഴും ഇവരിങ്ങനെ പറയാറുണ്ട്, എന്ത്, ഈ നിലക്കുള്ള വാദങ്ങൾ, എങ്ങനെ, നിങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ മതി, അതിനപ്പുറത്തേക്കുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലേ അത് നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ കാരണക്കാരായിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ അണികളെപ്പോഴും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇത്തരത്തിലുള്ളൊരു നിലപാട്, ഒരു അബദ്ധം, വലിയൊരു വിഡ്ഢിത്തം, ഗൗരവമേറിയ റബ്ബിൻ്റെ പ്രമാണത്തിനെതിരായിട്ടുള്ള ഇത്തരം പ്രസ്താവനകളൊക്കെ പറയുന്നത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതുകൂടെ മനസ്സിലാക്കുക. ദൈവിക വചനങ്ങളെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് വലിയ ഗൗരവമേറിയൊരു വിഷയമാണ് എന്ന് നമുക്ക് പറയാതെ നിർവാഹമില്ല. അള്ളാഹു ഇത്തരം ഷറുകളിൽ നിന്നൊക്കെ നമ്മെവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.